നമസ്കാരം. പേരാമ്പ്രയിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ച് ഗർഭിണി വെന്തു മരിച്ച സംഭവത്തിൽ ദുരൂഹത വർദ്ധിക്കുന്നു. തീപിടുത്തം ആസൂത്രിതമാണെന്ന് ഏറെക്കുറെ വ്യക്തമായതോടെ അതെങ്ങനെ ഉണ്ടായെന്ന് വ്യക്തത വരുത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. മരിച്ച സോനയെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുന്നതെന്നാണ് പോലീസ് നൽകുന്ന സൂചന. സോനയുടെ ഭർത്താവ് രജിൻലാലിന്റെ മൊഴിയും സോനയുടെ രൂപസാദൃശ്യമുള്ള ഒരു യുവതി പമ്പിൽ നിന്ന് കന്നാസിൽ പെട്രോൾ വാങ്ങിപ്പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചതുമാണ് അന്വേഷണം സോനയിലേക്ക് കേന്ദ്രീകരിച്ചിരിക്കുന്നതെന്നാണ് പോലീസ് നൽകുന്ന സൂചന. കാറിൽ പെട്രോൾ സൂക്ഷിച്ചിരുന്നുവെന്ന് പോലീസ് നേരത്തെ കണ്ടെത്തിയിരുന്നു. കാറിന്റെ പിൻസീറ്റിലാണ് സോന ഇരുന്നത്. താൻ ഡ്രൈവ് ചെയ്യുമ്പോൾ കാറിനുള്ളിൽ പെട്രോളിന്റെ ഗന്ധം അനുഭവപ്പെട്ടെന്നും ഇത് എവിടെ നിന്നാണെന്ന് പിന്നിലേക്ക് നോക്കി ചോദിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും കാറിനുള്ളിൽ തീ പടരുകയായിരുന്നു എന്ന മൊഴിയാണ് രജിൻലാൽ നൽകിയത്. 60% പൊള്ളലേറ്റ് രജിൻലാൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. ഇതിനൊപ്പമാണ് പേരാമ്പ്ര ടൗണിന് പരിസരത്തുള്ള ഒരു പമ്പിൽ നിന്ന് സോനയുടെ രൂപസാദൃശ്യമുള്ള യുവതി കന്നാസിൽ പെട്രോൾ വാങ്ങിപ്പോകുന്നതിന്റെ ദൃശ്യങ്ങൾ ലഭിച്ചത്. എന്നാൽ ഇത് സോനയാണോ എന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് പോലീസ് കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന. അപകട ദിവസം ഒരു ബന്ധുവിനൊപ്പം സോന പുറത്തുപോയിരുന്നു. അന്ന് വൈകിട്ട് 7:30-ഓടെയാണ് ഭർത്താവ് എത്തി സോനയെ ബന്ധുവീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയത്. യാത്രാമധ്യയാണ് അപകടമുണ്ടായതും 8 മാസം ഗർഭിണിയായ പേരാമ്പ്ര പാലേരി കല്ലിക്കണ്ടി വീട്ടിൽ സോന മരിച്ചത്. മരണം ആസൂത്രിതമാണെന്നും ദുരൂഹതയുണ്ടെന്നും ബന്ധുക്കൾ നേരത്തെ ആരോപിച്ചിരുന്നു. സംഭവത്തിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കുടുംബം. പോസ്റ്റ്മോർട്ടം, ഫോറൻസിക് റിപ്പോർട്ടുകൾ എന്നിവ ലഭിച്ചയുടൻ പരാതി നൽകാനാണ് തീരുമാനമെന്ന് സോനയുടെ അമ്മാവൻ AK സത്യൻ പറയുന്നു. സോനയെ ഒഴിവാക്കാൻ രജിൻലാലിന്റെ ആസൂത്രണമായിരുന്നു തീപിടുത്തമെന്നാണ് വീട്ടുകാർ ആരോപിച്ചത്. കാറിനുള്ളിൽ മാരകമായ എന്തോ വെച്ച ശേഷം രജിൻലാൽ സോനയെ മനഃപൂർവ്വം കത്തിച്ചെന്ന് പോലെ തോന്നുന്നുവെന്നും അപകടമുണ്ടായപ്പോൾ പിന്നിലെ ഡോർ തുറക്കാൻ ശ്രമിക്കാതെ തോട്ടിൽ ചാടി രക്ഷപ്പെടാനാണ് ശ്രമിച്ചതെന്നും കുടുംബം ആരോപിച്ചു. അപകട കാരണം ഷോർട്ട് സർക്യൂട്ട് അല്ലെന്നാണ് ഫോറൻസിക്കിന്റെ പ്രാഥമിക നിഗമനം. കാറിനുള്ളിലെ വയറിങ്ങിനും ഇന്ധന ടാങ്കിനും തകരാറുകളില്ലെന്ന് മോട്ടോർ വാഹന വകുപ്പും ഫോറൻസിക് വിദഗ്ധരും പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. ഏതായാലും ദുരൂഹത വർദ്ധിച്ചു വരികയാണ്.